സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ ചരിത്രം പേർന്ന പ്രദേശമാണ് വൈക്കം. നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിന് സമാനതകളില്ലാത്ത സംഭാവന നൽകിയ ഇടം കൂടിയാണ് വൈക്കം. സാമൂഹ്യമായി പിന്നോക്കം നിന്ന ഒരു ജനതയെ പുരോഗതിയിലേക്ക് നയിച്ച മഹാരഥന്മാരുടെ നിസ്വാർത്ഥ സേവനങ്ങളുടെ കരുത്ത് വൈക്കത്തിനുണ്ട്. വൈക്കം സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയ KR നാരായണൻ തുടങ്ങി നേതൃമികവ് വൈക്കത്തിന്റെ സവിശേഷതയാണ്. കേരളത്തിലെ കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ് വൈക്കം നിയമസഭാ മണ്ഡലം. വൈക്കം താലൂക്കിൽ ഉൾപ്പെടുന്ന വൈക്കം മുനിസിപ്പാലിറ്റിയെ കൂടാതെ ചെമ്പ്, കല്ലറ, മറവൻതുരുത്ത്, TV പുരം, തലയാഴം, തലയോലപ്പറമ്പ്, ഉദയനാപുരം, വെച്ചൂർ, വെള്ളൂർ എന്നീ പഞ്ചായത്തുകളും ഈ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. MK കേശവൻ 4 തവണയും PS ശ്രീനിവാസൻ 3 തവണയും PK നാരായണനും K അജിത്തും 2 തവണ വീതവും ഇവിടെ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന ചരിത്രം വൈക്കത്തിനുണ്ട്. MK കേശവൻ 1977 5ാം കേരള നിയമസഭയിലേക്ക് വൈക്കത്തു നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടത്. പിന്നീടും 6ഉം 7ഉം 10ഉം നിയമസഭകളിലേക്കും വൈക്കത്തു നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. PS ശ്രീനിവാസൻ 1960 വൈക്കം നിയോജക മണ്ഡലത്തിൽ നിന്നും 2ാം കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 3ാം കേരള നിയമസഭയിലേക്കും 4ാം കേരള നിയമസഭയിലേക്കും അദ്ദേഹം വീണ്ടും വൈക്കത്തെ പ്രതിനിധീകരിച്ചു. MK കേശവന്റെ മരണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ PK നാരായണൻ വൈക്കത്തു നിന്നും വിജയിച്ചു. 2001 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് വൈക്കത്തു നിന്നും K അജിത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2011 തെരഞ്ഞെടുപ്പിൽ 13ാം നിയമസഭയിലേക്കും വൈക്കത്തു നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തി. 2016 മുതലാണ് CPIയിലെ CK ആശ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. ഇടതുപക്ഷത്തിന് ഏറെ വേരോട്ടമുള്ള മണ്ഡലമാണ് വൈക്കമെന്ന് മുൻപ് നടന്ന തെരഞ്ഞെടുപ്പുകൾ തെളിയിക്കുന്നു. 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 29,122 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ആശയുടെ വിജയം. വിദ്യാർത്ഥിയായിരിക്കെ AISFലൂടെയാണ് CK ആശ പൊതുപ്രവർത്തനം ആരംഭിച്ചത്. കൊതവറ സെന്റ് സേവിയേഴ്സ് കോളേജ് യൂണിയൻ ചെയർപേഴ്സണായി ആശ 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് AISFന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമായി. 2016 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് CK ആശ നിയമസഭയിലേക്ക് എത്തുന്നത്. CK ആശ MLA ആയി അധികാരത്തിലേറിയപ്പോൾ മുതൽ വൈക്കം വെച്ചൂർ റോഡ് നിർമ്മാണം സംബന്ധിച്ച് വലിയ ജനരോക്ഷം ഉയർന്നിരുന്നു. കാലങ്ങളായുള്ള പ്രതിഷേധങ്ങൾക്കൊടുവിൽ കിഫ്ബി ധനസഹായത്തോടെ വീതി കൂട്ടി ആധുനിക രീതിയിൽ നിർമ്മിക്കുന്ന വൈക്കം വെച്ചൂർ റോഡിന്റെ ഭൂമി ഏറ്റെടുക്കൽ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള ഹിയറിംഗ് നടപടികൾ ആരംഭിച്ചു. റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി വീടുകൾ, കടകൾ എന്നിവ പൂർണ്ണമായും നഷ്ടപ്പെടുന്നവർ, ഇതുമൂലം തൊഴിൽ നഷ്ടപ്പെടുന്നവർ എന്നിവർക്ക് നൽകുന്ന പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുന്ന 103 ഗുണഭോക്താക്കളുടെ രേഖകളാണ് ഹിയറിംഗിൽ ഉൾപ്പെടുന്നത്. പിന്നീട് വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായും CK ആശ വിവാദങ്ങളിൽ നിറഞ്ഞു. സത്യാഗ്രഹത്തിന്റെ പത്രപരസ്യത്തിൽ നിന്ന് തന്റെ പേര് ഒഴിവാക്കിയ സംഭവത്തിൽ PRDയെ വിമർശിച്ച് CK ആശ MLA രംഗത്തെത്തിയതാണ് വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വീഴ്ചയുണ്ടായത് PRD ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നാണെന്നും പരിപാടിയിൽ തനിക്ക് അർഹമായ പ്രാതിനിധ്യം ലഭിച്ചെന്നും പിന്നീട് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആശ വിശദീകരിച്ചിരുന്നു. വൈക്കത്തെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്നത് തടയാനെത്തിയ CPI നേതാക്കളോടും MLA CK ആശയോടും പോലീസ് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിലും MLA വാർത്തകളിൽ നിറഞ്ഞു. വഴിയോര കച്ചവടക്കാർക്കൊപ്പം നിന്നതിന് പോലീസ് തന്നെ അപമാനിച്ചുവെന്ന് പറഞ്ഞ CK ആശ വൈക്കം SHOയെ സ്റ്റേഷനിൽ നിന്നും തെറിപ്പിക്കുമെന്നും വെല്ലുവിളിക്കുകയും ചെയ്തു. വിവാദങ്ങളിൽ നിറയുമ്പോഴും മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ എങ്ങുമെത്താത്ത അവസ്ഥയിലാണ്. വൈക്കം കായലോര ബീച്ചിലെ വികസനമടക്കം ഇപ്പോഴും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇടതിനോട് ചായവുള്ള മണ്ഡലമായതിനാൽ 2ാം തവണയും CK ആശ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആശ തന്നെ സ്ഥാനാർത്ഥിയാവുകയും 3ാം പിണറായി സർക്കാർ ഉണ്ടാവുകയും ചെയ്താൽ മന്ത്രിസ്ഥാനം ലഭിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചകളും മണ്ഡലത്തിൽ സജീവമായി നടക്കുന്നുണ്ട്. CPIയിൽ പൊതുവെ വനിതാ നേതാക്കൾ ഇന്ന് കുറവാണ്. നിലവിൽ ചിഞ്ചു റാണി മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ്. വീണ്ടും ഇടത് സർക്കാർ ഉണ്ടായാൽ ചിഞ്ചു റാണിക്ക് പകരം ആശ തന്നെയാവും മന്ത്രിസഭയിൽ ഉൾപ്പെടുക. ഏറെക്കുറെ നേതൃത്വവുമായി അസ്വാരസ്യങ്ങൾ ഒന്നുമില്ലാത്തത് കൊണ്ട് തന്നെ ആശയെ വെട്ടാനും സാധ്യതകൾ കുറവാണ്.